കുന്നംകുളത്തിൻ്റെ 43ാമത് കൺവെൻഷൻ്റെ പ്രഥമ രാത്രി ദൈവവചനവുമായി ഇവിടെ നിൽപ്പാൻ ദൈവം തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ പാസ്റ്റർ സന്തോഷ് മാത്യു ഹ്രസ്വമെങ്കിലും മനോഹരമായൊരു ആമുഖ സന്ദേശത്തിലൂടെ യോഗം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത UPFിൻ്റെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമ്മാർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ്, UPFിൻ്റെ സീനിയർ പാസ്റ്റർ സാമുവേൽ പോൾ, വിശേഷാൽ ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുന്നംകുളം IPC സെൻറ്ററിൻ്റെ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ്, തിരൂർ IPC സെൻട്രൽ മിനിസ്റ്റർ ഡോക്ടർ N രാജൻ, UPF ജനറൽ സെക്രട്ടറി പാസ്റ്റർ PU ഷിജു, ട്രഷറർ ഡെന്നി PR, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ശബ്ദവാഹിനിയിൽ അവിടവിടങ്ങളായി സന്ദേശം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷാൽ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ കൂടെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സൈമൻ പാസ്റ്റർ, പ്രിയ പ്രേസി ആൻറ്റി, ജോൺസൺ അങ്കിൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവുമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വളരെ നന്ദി. സമാധാനം, ഒരു മൈക്ക് ഇങ്ങോട്ടൊന്നും കൂടെ തരണേ വായിക്കുന്നവരുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയ മുറിക്കകത്ത് അന്ത്യത്താഴത്തിന് പെസഹ ആചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-14 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ സമാപന വാക്യം ഇങ്ങനെയാണ്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, എഴുന്നേൽപ്പി നാം പോകാം. അങ്ങനെ ഗെത്സമനയെ ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോൾ ഇടവഴിയിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്, പ്രബോധനങ്ങളാണ് 15-16 അധ്യായങ്ങൾ. കിദ്രോന്തോട് കടന്ന് ഗെത്സമനയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ആ വഴിയരികിൽ എവിടെയോ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹാപ്രാർത്ഥനയുടെ അധ്യായമാണ് 17-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരി മാറ്റി അരയിൽ ഒരു തുവർതെടുത്ത് ചുറ്റി പത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായ 3 വാഗ്ദത്തങ്ങൾ അവർക്ക് കൈമാറുന്നുണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തം നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. 14-ന്റെ 1 മുതൽ 3 വരെ വായിക്കേണ്ട. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടുന്നതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് ഒന്നാമത്തെ വാഗ്ദത്തം. അത് നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. രണ്ടാമത്തെ വാഗ്ദത്തം അതിൻ്റെ 16-17 വാക്യങ്ങളിലുണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. മൂന്നാമത്തെ വാഗ്ദത്തമാണ് നാം വായിച്ച കുർവാക്യത്തിലുള്ളത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ വാക്യം നമുക്ക് സുവ്യക്തമാകപ്പെടേണ്ടുന്നതിന് രണ്ടായി ഞാൻ അതിനെ തരംതിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ പശ്ചാത്തലം എന്നറിയണം. യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ട് അല്പസമയത്തേക്ക് മരണത്താൽ വേർപെടാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം. അതൊരു വിടവാങ്ങ കൂട്ടായ്മയാണ്. നിഴല് പോലെ കഴിഞ്ഞ 3.5 വർഷമായി ഊണിലും ഉറക്കത്തിലും സന്തത സഹചാരികളായി തൻ്റെ കൂടെ നടന്ന വാത്സല്യ ശിഷ്യന്മാരെ വിട്ട് അല്പസമയത്തേക്ക് മരണത്താൽ മറ്റപ്പെടാൻ പോകുന്നു എന്ന് യേശുവിന് അറിയാം. പക്ഷെ ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ. ഈ ബോധ്യമുള്ള കർത്താവ് പറയുകയാണ്, ഞാൻ പോകുകയാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ഏതാണ് തന്നേച്ചു പോകുന്ന സമ്മാനം? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രണ്ടാമത്തേത്, ഏതു സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്? ശ്രദ്ധിക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ യേശു കർത്താവ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? വളരെ ശ്രദ്ധിക്കുക, ഞാനതൊന്ന് വിശദീകരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് 100% പൂർണ്ണ മനുഷ്യനും 100% പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു രക്ഷിതാവിനെയാണ് ഈ രാത്രി നാം ആരാധിക്കുന്നത്. പാപമൊഴികെ സകലത്തിലും തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കും ഒരു കാലത്ത് ചിലതിനോടൊക്കെ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടായിരുന്നു. കാരണം ചില യോഗങ്ങളൊക്കെ കഴിയുമ്പോൾ ദീർഘദൂര യാത്രകൾ, ഉറകളപ്പ്, അതിഭയങ്കരമായി ശബ്ദമെടുക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാവും. ചില യോഗങ്ങളൊക്കെ കഴിയുമ്പോൾ ആ സ്റ്റേജിൽ ഭാഗിട്ടിരുന്നെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാം എന്ന് തോന്നും. അതുപോലെ ക്ഷീണങ്ങൾ ഉണ്ടാവും. എന്നാൽ ദീർഘദൂരം തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഈ പാപമൊഴികെ സകലത്തിലും മനുഷ്യർക്ക് തുല്യനായി അങ്ങ് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ക്ഷീണം, ശാരീരിക ക്ഷീണം എന്താണെന്ന് അങ്ങേക്കറിയാമോ? ഒരിക്കൽ ഞാനിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. യേശു കർത്താവ് ശമരിയ പട്ടണത്തിലൂടെ, ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ശമരിയിലൂടെ കടന്നു പോകുമ്പോൾ സുഖാർ എന്ന പട്ടണത്തിൽ യാക്കോബ് തന്റെ മകനായ യോസേപ്പിന് കൊടുത്ത നിലത്തിനരികെ ഒരു ഉറവുണ്ട്. ആ ഉറവിനരികെ യേശു കർത്താവ് ഇരുന്നു. എന്തുകൊണ്ടാണ് ആ ഉറവിനരികെ കർത്താവ് ഇരിക്കേണ്ടി വന്നത്? തിരുവെഴുത്ത് പറയുന്നു, വഴി നടന്ന് ക്ഷീണിച്ചിട്ടാണ്.
അപ്പം മുൻപോട്ട് പോകാൻ ഈ യാത്ര നിമിത്തം, ആ ക്ഷീണം നിമിത്തം, നിർവാഹമില്ലാതെ മാനുഷിക ക്ഷീണം നിമിത്തം ക്ഷീണം മാറ്റാൻ അല്പവിശ്രമത്തിന് വേണ്ടിയാണ് യേശു ആ സമയം വേർതിരിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. തൻ്റെ ശാരീരിക ക്ഷീണം നിമിത്തം വിശ്രമത്തിനായി സമയം വേർതിരിച്ചപ്പോഴാണ് ശമര്യക്കാരിയെ കണ്ടുമുട്ടിയതും അവളോട് സുവിശേഷം പങ്കുവച്ചതും. അത് അവളുടെ മാനസാന്തരത്തിന് മാത്രമല്ല, ആ ശമരിയ പട്ടണത്തിന്റെ ഉണർവിന് കാരണീയമായി മാറി. അവിടെ തമ്പുരാനോട് പറഞ്ഞു, KJ തോമസേ, നിന്റെ ശാരീരിക ക്ഷീണം പോലും ദൈവം അറിയാതെയും അനുവദിക്കാതെയുമല്ല, അത് ദൈവം അറിഞ്ഞും അനുവദിച്ചുമാണെങ്കിൽ നിന്റെ ശരീരം ബലഹീനമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് നിന്നെ പ്രയോജനകരമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി കൃപ ലഭിച്ച അഭിഷക്തന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, നമ്മുടെ ശരീരത്തിലെ ക്ഷീണങ്ങളും ബലഹീനതകളും പോലും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണീയമായി മാറുമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ പറയണം, എൻ്റെ ബലഹീനതകളിലാണ് ദൈവശക്തി തികഞ്ഞു വരുന്നെങ്കിൽ എൻ്റെ ബലഹീനതകൾ മാറിക്കിട്ടാനല്ല, ആ ബലഹീനതകളിൽ തൻ്റെ ശക്തിയുടെ വ്യാപാരം എൻ്റെ മേൽ അയച്ച് തനിക്ക് പ്രയോജനമുള്ളവനാക്കി എന്നെ തീർക്കുന്ന ദൈവകൃപ എൻ്റെ മേൽ പകരണമെന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് വേദിയിലും സദസ്സിലും കടന്നു വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാ. മക്കളെ, എനിക്കൊരു അല്പം കൂടെ ഫീഡ്ബാക്ക് തരണം. ഞാൻ ശബ്ദം കൂടുമ്പോൾ നിങ്ങൾ കുറയ്ക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ പരിശോധനയും യേശു കർത്താവിൻ്റെ പരിശോധനയും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് ഞാനത് ലളിതമാക്കി മനസ്സിലാക്കി തരാം. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അമ്പമ്പോ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അത് പരിഹരിക്കാൻ നമുക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം സങ്കടം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കരുത്. ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തരാനാണ്. നിങ്ങൾ ഒരു വീട് വെച്ചു, 10 ലക്ഷം രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിൽ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. 25 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വന്നു. അത് 10 വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കാം എന്ന പ്രതീക്ഷയിലാണ് എടുത്തത്. അതിന് സാഹചര്യത്തിന് പിന്തുണയും ഉണ്ടായിരുന്നു. മകൻ ദുബൈയിൽ ജോലിയിലാണ്, അവൻ 75,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഈ ലോണ് 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. 6 മാസം കൃത്യമായി ലോൺ അടഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ മകൻ്റെ ജോലി നഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞ സങ്കടം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഉദാഹരണം പറയുക. മകൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ലോൺ അടയാനുള്ള വഴി അടഞ്ഞു. അടുത്ത 6 മാസമായി ലോൺ അടയുന്നില്ല. ബാങ്കുകാരെ വിളിച്ച് സംസാരിച്ചു, പക്ഷേ ലോൺ അടയുന്നില്ല. വീണ്ടും 1 വർഷം കൊണ്ട് മുന്നോട്ട് പോയി. ബാങ്കുകാർ പറഞ്ഞു, നിങ്ങളുടെ സാഹചര്യം ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിയമപരമായി മുന്നോട്ട് പോയേ പറ്റൂ. അവസാനം നീതിപീഠത്തിലെത്തി. ആ വീട് ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ബാങ്ക് ജപ്തി നോട്ടീസ് വാതിൽക്കൽ പതിച്ചു. ഒരു ദിവസം വീട്ടുകാരുടെ, നാട്ടുകാരുടെ, അയൽവാസികളുടെ ഒക്കെ മുമ്പിൽ എത്രയോ പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ താലോലിച്ചുകൊണ്ട് കെട്ടിപ്പൊക്കിയ ആ വീട്, ആ മനോഹരമായ വീടിനോട് വിട പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ആ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നി. എൻ്റെ ചോദ്യം, അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നാം പോകുന്നത് നമുക്ക് ആ പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണോ? അല്ല, അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം മനുഷ്യരൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നത് പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അത് പരിഹരിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ യേശു കർത്താവ് പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്
തൻ്റെ മനുഷ്യത്വത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണോ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ? അല്ല. കാരണം യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, 100% പൂർണ്ണ ദൈവവും കൂടിയാണ്. തൻ്റെ മനുഷ്യത്വത്തിലെ ഏതു പ്രതിസന്ധിയെയും യേശു കർത്താവിന് തൻ ദൈവത്വം കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ തരാം. ഗെത്സമനത്തോട്ടം, അവിടേക്ക് നാം ഒന്നുകൂടെ വരും. യേശുവിനെ പിടിക്കാൻ ചേവകരും പടയാളികളും ആൾക്കൂട്ടവുമായി വരികയാണ്. പത്രോസ് പെട്ടെന്ന് വാളുമായി ചടുന്നു. യേശു കർത്താവിന്റെ തിരിച്ചുള്ള പ്രതികരണം, പത്രോസെ വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അടുത്തത് എൻ്റെ ഒരു ഗ്രാമീണ പ്രയോഗം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. കുഞ്ഞേ, നിന്റെ വിചാരം എന്താ? എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വാളിന്റെ വായ്ത്തലയുടെ പ്രയോഗം വേണമെന്നോ? വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാൽ 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടെ ഇറങ്ങി വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000. 72,000 വേണ്ട, ഒരെണ്ണം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ സാഹചര്യങ്ങൾ മറിയും. പഴയ നിയമത്തിൽ അശൂർ പാളയത്തിലൂടെ ഒരു ദൂതൻ ഒരു രാത്രി സഞ്ചരിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ യേശു കർത്താവ് ആധാരം കൊണ്ട് കൽപ്പിക്കണ്ട, ആംഗ്യമെങ്കിലും ഒന്ന് കാണിച്ചാൽ ഇറങ്ങി വരാൻ 72,000 ദൂതന്മാർ റെഡിയായി നിൽക്കുകയാണ്. തൻ്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ തൻ്റെ ദൈവത്വം കൊണ്ട് ദൂതന്മാരെ ഇറക്കി യേശു പരിഹരിച്ചില്ല. പരിഹരിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല, പരിഹരിക്കാൻ യേശുവിനെ കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷെ ബോധപൂർവം ദൂതന്മാരെ ഇറക്കി യേശു ആ പ്രതിസന്ധി പരിഹരിച്ചില്ല. എന്തുകൊണ്ട് പരിഹരിച്ചില്ല? താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ തിരുവിഷ്ടമാണെന്നറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രി ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ആത്മീക ജീവിതത്തിൻ്റെ കാതൽ എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുകയല്ല. ഒന്നുകൂടെ കടന്നു പറയാം, എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്, എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്, എൻ്റെ കാര്യസാധ്യത്തിന് എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ചൊൽപ്പടിക്ക് ദൈവത്തെ കൊണ്ടുവരിക എന്നുള്ളതല്ല ആത്മീക ജീവിതത്തിൻ്റെ മർമ്മം. അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഹിതമെന്തോ ആ ദൈവഹിതത്തിന് ഞാൻ സമ്പൂർണമായി എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് അത് നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും അത് ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും അതിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് രാത്രി എന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ, ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി സഹോദരരെ, ആ മർമ്മം നിങ്ങൾ മറക്കരുത്. അതിൻ്റെ മനോഹരമായൊരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കുമായി യാഗഭൂമി തേടി മോറിയ മലയുടെ കയറ്റം കയറി പോകുകയാണ്. ആ ദൈവം കാണിച്ച യാഗഭൂമിയിൽ ഹോമയാഗം കഴിക്കാൻ അപ്പനും മകൻ കൂടെ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യം, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിനപ്പൻ്റെ മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഇപ്പം മോറിയ മലയുടെ കുത്തുകയറ്റം ചുമലിൽ വിറകം വെച്ചുകൊണ്ട് ഇസഹാക്ക് ചവിട്ടി കയറുമ്പോൾ ഇസഹാക്കിന്റെ അകത്തെ ചിന്ത മുകളിൽ ചെല്ലുമ്പോൾ ദൈവം ഒരാട്ടുംകുട്ടിയെ കരുതും എന്ന ബോധ്യത്തിലാണ്. മോറിയ മലയുടെ മുകളിലെത്തി. അതിനു മുമ്പ് അവിടെ ഒരു യാഗം നടന്നിട്ടില്ല. ആദ്യമായൊരു യാഗം നടക്കുകയാണ്.
കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടതായിട്ട് വന്നുള്ളൂ. അതിനു മുമ്പ് അവിടെ യാഗം നടന്നിട്ടുണ്ട്. എന്നാൽ മോറിയായിൽ ഒരു യാഗം നടന്നിട്ടില്ല. വേദപുസ്തകം പറയുന്നത് അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം വന്ന മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറ മരിക്കുമ്പോൾ സാറായിക്ക് 127 വയസ്സാണ്. സാറായുടെ 90ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസ്ഹാക്ക്. അങ്ങനാണെങ്കിൽ സാറ മരിക്കുമ്പോൾ ഇസ്ഹാക്കിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഏകദേശം 37 വയസ്സാണ്. 22-ാം അധ്യായത്തിലാണ് ഇസ്ഹാക്കിനെ ഹോമയാഗവേദിയിൽ കിടത്തുന്നത്. 23-ാം അധ്യായത്തിലാണ് സാറ മരിക്കുന്നത്. സാറ മരിക്കുമ്പോൾ 127 വയസ്സെന്ന് പറയുമ്പോൾ ഇസ്ഹാക്കിന് ഏകദേശം 37 വയസ്സെന്ന് പറയുമ്പോൾ 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിൻ്റെ ഇടവേള ഇട്ടാലും ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് 33 വയസ്സ് പ്രായമുണ്ട്. ആ 33 വയസ്സ് പ്രായമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഇസ്ഹാക്കിന് ആ ഹോമയാഗവേദിയിൽ കെട്ടപ്പെട്ട് കിടത്തപ്പെടാതെ കുതറി ഒഴിഞ്ഞു മാറി ഓടാൻ കഴിയാമായിരുന്നു. പക്ഷെ എന്താ ഇസ്ഹാക്ക് ചെയ്തത്? താൻ ഈ ഹോമയാഗവേദിയിൽ കെട്ടപ്പെട്ടൊരു ഹോമയാഗ വസ്തുവായി എരിഞ്ഞമർന്നു തീരണമെന്നാണ് തന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് തൻ്റെ കൈകാലുകൾ കെട്ടാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആ യാഗവേദിയിൽ കിടത്തപ്പെട്ടു. അവനു വേണ്ടിയാണ് ദൈവശബ്ദം മുഴങ്ങിയതെങ്കിൽ, അവനു വേണ്ടിയാണ് ദൈവിക കരുതൽ ഒരുക്കപ്പെട്ടതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ഒറ്റ ആയുസ്സേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ഇത്ര നാൾ നമ്മൾ ജീവിച്ചു, ഇനി എത്ര നാൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ ജീവിതം എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടം തികയ്ക്കാനുള്ള ഒരു നെട്ടോട്ടമായി മാറാതെ ആയുസ് തന്ന ദൈവത്തിന്, ആരോഗ്യം തന്ന ദൈവത്തിന്, ജീവൻ തന്ന ദൈവത്തിന്, ശുശ്രൂഷ തന്ന ദൈവത്തിന് എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് എന്നിലൂടെ നിവർത്തിക്കപ്പെടേണ്ട ചില പദ്ധതികളുണ്ട്. ആ ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഞാൻ അടിയറവ് പറയുന്നു. ആ ദൈവഹിതം എന്നിലൂടെ നിവർത്തിക്കപ്പെടണമെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് ഈ രാത്രി ദൈവത്തോട് പറയാൻ മനസ്സുള്ള എത്ര അഭിഷക്തന്മാർ, മനസ്സുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രിയരെ. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കുക. അപ്പൊ യേശു കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് ആ പ്രതിസന്ധിയെ പരിഹരിക്കാതെ
താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവപിതാവിൻ്റെ ഹിതമാണെന്നറിഞ്ഞ് യേശു ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുത്തു. അവിടെ ഒരു ദൂത് കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത് തെളിയിക്കാം. പ്രിയരെ, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലെന്നും സംഭവിക്കുന്നതിൻ്റെ ഒക്കെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും ഈ രാത്രി തിരിച്ചറിവുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് മതി ഏത് പൈശാചിക ശക്തികളെയും ജയിക്കാൻ, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ, ഏത് നിരാശകളെയും മറികടക്കാൻ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ എന്നെ ത്രസിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോവുകയില്ല. ഒരാമേനൊന്ന് സന്തോഷത്തോടെ പറ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഒത്തിരി വായിച്ചിട്ട് മനസ്സിലായില്ല. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും നിങ്ങളുടെ തലയിലോട്ടൊന്ന് ശ്രദ്ധിച്ച് ഒരു നല്ല ആമേനൊന്ന് പറ. ഏകദേശം മുക്കാലും തീർന്നവരുണ്ട്, കുറേശ്ശെ തീർന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ചില വീടുകളിലൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ ചില അച്ഛന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ആ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് അതാരാണെന്ന് പറയാമോ? ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരെത്തും പിടിയും ഒരു പരിചയം തോന്നുന്നില്ല. അവസാനം നിസ്സഹായനായ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒരു പിടിയുമില്ല. ഉടനെ ഒരു കുസൃതിച്ചിരി പാസ്സാക്കി അദ്ദേഹം പറയും, എൻ്റെ പൊന്നു പാസ്റ്റേ അത് ഞാൻ തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എമ്പടി മുടി ഉണ്ടായിരുന്ന സമയത്തെടുത്ത ഫോട്ടോയാണ്. ഇപ്പം എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയത് കൊണ്ട് ആ പാസ്റ്റർക്ക് ആരാന്നും മനസ്സിലാകാൻ അല്ലേ? ഇപ്പം ദൈവം അറിയാതെ നമ്മുടെ തലയിലെ മുടി പൊഴിഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ വ്യക്തമാക്കാം. ഞാൻ ആ കുന്നംകുളത്തേക്ക് പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് ബാത്റൂമിൽ കുളിക്കാൻ കയറിയെന്ന് സങ്കല്പിക്കുക, ഉദാഹരണമാണ്. ഉടനെ ഞാൻ ആ ബാത്റൂമിൽ നിന്നുകൊണ്ട് ഉറക്കം നിലവിളിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ പേര് ബീന എന്നാണ്. ബീനായെ ഓടി വരണേ. ഉടനെ അവൾ ചോദിച്ചു, എന്നാ പറ്റി? എൻ്റെ 2-3 മുടി ഒഴിഞ്ഞു പോയേ. ഞാൻ കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ 2-3 മുടി പൊഴിഞ്ഞു പോയേന്നും പറഞ്ഞ് നിലവിളിച്ചാൽ സത്യമായിട്ടും എൻ്റെ ഭാര്യ ഇന്ന് എന്നെ പ്രസംഗിക്കാൻ വിടുകയില്ല. അവൾ പതിയെ ഡയറിയിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ നമ്പറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് വിളിച്ചിട്ട് പറയും, ദൈവദാസനെ ക്ഷമിക്കണം, KJ തോമസ് പാസ്റ്റർ ഇന്ന് പ്രസംഗിക്കാൻ വരികയില്ല. അപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് എന്നാ പറ്റി? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. സുഖക്കേട് എന്നാണെന്ന് അവൾ പറയുകയില്ല. പക്ഷെ അവൾക്ക് മനസ്സിലായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. 2-3 മുടി പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മളാരും നിലവിളിക്കാറില്ല. കാരണം ആ മുടി പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കേവലം നിസ്സാരമാണ്. എന്നാൽ അതുപോലെ അല്ലല്ലോ നമ്മുടെ ഒരു വിരൽ പോയാൽ. അപ്പം ദൈവം അറിയാതെ നമ്മുടെ തലയിലെ മുടി പൊഴിഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ മുടിയല്ല അവിടുത്തെ വിഷയം. പിന്നെ നിനക്ക് നിസ്സാരമെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തിൽ പോലും എൻ്റെ ദൈവം ശ്രദ്ധാലുവാണെന്നാണ്. ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പറ, ഞാൻ നിസ്സാരമെന്ന് ചിന്തിക്കുന്ന എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവമെങ്കിൽ എൻ്റെ ഗൗരവമായ വിഷയത്തിൽ, എൻ്റെ തലമുറയുടെ ഗൗരവമായ വിഷയത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ഗൗരവമായ വിഷയത്തിൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഗൗരവമായ വിഷയത്തിൽ എൻ്റെ ദൈവം എത്രയധികം ശ്രദ്ധാലുവാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും അവൻ ഉപേക്ഷിക്കയില്ല എന്നരുളി ചെയ്ത എൻ്റെ കർത്താവിന് എൻ്റെ കാര്യത്തിൽ മറ്റാരേക്കാൾ കനത്ത ഉത്തരവാദിത്വ ബോധമുണ്ടെന്ന് അധരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള അഭിഷക്തന്മാർ, മനസ്സുള്ള ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ നിരാശകളും, എല്ലാ ഉത്കണ്ഠകളും, എല്ലാ ആകുലതകളും ഈ രാത്രി മാറിപ്പോകട്ടെ. അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ, എന്നെ കുറിച്ച് കരുതലുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. അപ്പൊ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദൈവപിതാവിൻ്റെ ഹിതത്തിൽ ആ പ്രതിസന്ധി പരിഹരിക്കാതെ തന്നെ തന്നെ വിധേയപ്പെട്ടു കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനും സമാധാനം ആവശ്യമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആശയം എന്താണെന്നറിയാമോ?
അന്തരീക്ഷത്തിൽ നിന്ന് പുഷ്പമെടുത്തു തരുന്നത് പോലെ എന്തോ അദൃശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നല്ല യേശു പറയുന്നത്. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ സമാധാനമാണ് കൃപ ലഭിച്ചവർ അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ദൈവത്തിന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് സമാധാനം അനുഭവിച്ച 2 രംഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന്, ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ആ സമാധാനം നാം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഓടിച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. യേശു കർത്താവ് സമാധാനം അനുഭവിച്ച 2 രംഗങ്ങൾ നമുക്ക് മനസ്സിലാകാൻ ഞാനതിനെ ഒന്ന് ലളിതവൽക്കരിക്കുകയാണ്. യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. പടകിൻ്റെ അമരത്ത് യേശു തലവെച്ച് ശാന്തമായി ഉറങ്ങുന്നു. ആ യാത്ര ആദ്യം സുഗമമായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി. തിര തള്ളിക്കയറുന്നു. ആ പടക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെന്തു നല്ല മനുഷ്യരാണ്. അവർ വിചാരിച്ചു യേശു കർത്താവ് എത്രയോ ദിവസങ്ങളായി വിശ്രമരഹിതമായി ശുശ്രൂഷയിലാണ്, അതുകൊണ്ട് കർത്താവ് ഉറങ്ങിക്കൊള്ളട്ടെ, കർത്താവിനെ ശല്യപ്പെടുത്തണ്ട. തന്നെയല്ല, ഇവര് മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് വന്നവരാണ് മഹാഭൂരിപക്ഷവും. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങളുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഇന്നലകളിൽ ഇതുപോലെ എത്രയോ പ്രതിസന്ധികളെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ ആ പ്രതിസന്ധികളെ പരിഹരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്നലകളുടെ പരിചയം അവർക്ക് കൈമുതലായിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ അവർ ആവോളം അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ഇന്നലെയുടെ പരിചയം കൊണ്ടും ഇന്നിൻ്റെ പരിശ്രമം കൊണ്ടും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. ഈ വിഷയത്തിൽ സർവശക്തന് ഇടപെട്ടേ പറ്റൂ. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ മാനുഷികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പുറത്തു വരാൻ നിർവാഹമില്ലാതെ ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നെടുവേർപ്പെടുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ പരിചയം പരാജയപ്പെട്ടിടത്ത്, നിന്റെ പരിശ്രമങ്ങൾ വിഫലമായ ഇടത്ത് സർവശക്തന്റെ ഇടപെടൽ ഉണ്ടായിട്ട് ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് സ്തോത്രം ചെയ്ത് തുള്ളിച്ചാടി പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് തലയിൽ കൈവച്ചെന്ന വണ്ണം ഈ ദൈവാലോചന കൈമാറുമ്പോൾ അതരം തുറന്നാമേൻ പറഞ്ഞു പ്രതികരിക്കാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ചില പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല, പുറത്തു വരില്ല എന്ന് ചിന്തിക്കുന്ന ചില പ്രതിസന്ധിയിൽ നിന്ന് ഭയങ്കരവും അതിശയകരവുമായി നിങ്ങൾ പുറത്തു വരുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വീരല ചൂണ്ടി ദൈവാലോചന വിളിച്ചു പറയുന്നു. ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, അതിശക്തമായി പറയുന്നു, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, എൻ്റെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചു, മനുഷ്യരെ എൻ്റെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. അടുത്തത് ഒരുമിച്ചൊന്ന് പറയണം കേട്ടോ. എങ്കിലും, ഒരാമേൻ പറഞ്ഞു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മുമ്പും പിമ്പും അടയപ്പെട്ടതാണ്, മുതുകത്ത് ഭാരം വയ്ക്കപ്പെട്ടതാണ്, മനുഷ്യന് തലയിൽ കയറി ഓടിയതാണ്, തീയിലും വെള്ളത്തിലും എന്ന പോലെ കടന്നു പോയതാണ്. നശിക്കാവുന്നിടത്തോളം
തകരുന്നിടത്തോളം നശിച്ചതാണ്, തകരാവുന്നിടത്തോളം തകർന്നതാണ്. ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവുണ്ടാകുകയില്ല. അതിന് യാതൊരു സാധ്യതയുമില്ലാതെ എല്ലാ പഴുതുകളും അടഞ്ഞതാണ്. എന്നാൽ വഴിയില്ലാഞ്ഞ ഇടത്ത്, പഴുതില്ലാഞ്ഞ ഇടത്ത് ഒരിക്കലും ഒരു മടങ്ങി വരവില്ലെന്ന് ലോകവും പിശാചും അല്ല, അവർ തന്നെ ചിന്തിച്ച ഇടത്ത് ഭയങ്കരവും അതിശയകരവുമായി അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്ത, ദൈവത്തിന് ഉദ്ധരിക്കാൻ കഴിയാത്ത, ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, ദൈവത്തിന് കരകയറ്റാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആത്മനിയോഗത്തോടെ വിളിച്ചു പറ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ 30 സെക്കൻഡ് കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് ചിലരോടുള്ള കൃത്യവും വ്യക്തവുമായ ദൈവത്തിന്റെ അരുളപ്പാടത്രേ. അഭിഷക്തന്മാരെ, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് ശക്തമായ നിയോഗം തരികയാണ്. ഒരു മടങ്ങി വരവില്ലെന്ന് നിങ്ങൾ പോലും ചിന്തിക്കത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങളിലൂടാകാം നിങ്ങൾ കടന്നു പോകുക. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ നിങ്ങളെ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളല്ല നിങ്ങൾ മടങ്ങി വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ അധികാരത്തോടെ ആ വാക്കിന് പറയാൻ കഴിയും? ഇയ്യോബിന്റെ പുസ്തകം 17 വായിക്കണ്ട. ഇയ്യോബ് പറയുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. 13ാമത്തെ വാക്യം, പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് ഒരിക്കലും ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചില്ല. ഇയ്യോബ് ഒരിക്കലും ജീവിതത്തിലേക്കൊരു മടങ്ങി വരവ് സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എന്താ കാണാഞ്ഞതിൻ്റെ കാരണം? സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ട്, ശാരീരിക നിലവാരങ്ങളെ വിലയിരുത്തിയിട്ട് ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങി വരവ് ഇയ്യോബിന് അസാധ്യമായിരുന്നു. അതുകൊണ്ട് ഇയ്യോബ് പറയുന്നത്, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബേ, മരണമാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ശ്മശാനം നിനക്ക് വേണ്ടി ഒരുങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് നീ സാഹചര്യങ്ങളെ വിലയിരുത്തി ചിന്തിക്കുന്നെങ്കിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ഇരുമ്പ് തൂണ് പോലെ, താമ്രമതില് പോലെ ദൈവത്തിന് വേണ്ടി നിന്ന ഭക്ത, നീ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കാണണമെന്ന്, ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത്, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ നഷ്ടങ്ങളെ നികത്താൻ എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കഴിയില്ലേ? ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ, നഷ്ടങ്ങളെ നികത്താൻ ദൈവത്തിന് കഴിയും. എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ദൈവത്തിന് കഴിയും. എൻ്റെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നെ സൗഖ്യമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. നമ്മുടെ മേൽ അത് ഇറങ്ങട്ടെ. വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ, പരപ്രേരണ കൂടാതെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചനമായി വിളിച്ചു പറയുകയാണ്. ദൈവം ചില മേഖലകളിൽ മടങ്ങി വരവയക്കും. ചില തകർച്ചകളെ ദൈവം മാറ്റും. ചില പ്രതിസന്ധികളെ തമ്പുരാൻ മാറ്റും. ദൈവപദ്ധതി വെളിപ്പെടും. എത്ര പേർക്ക് അധരം തുറന്ന് ആമേൻ പറഞ്ഞ് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ. കരമുയർത്തി സന്തോഷത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പം അവരെ പ്രതിസന്ധികളൊന്നും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വന്നപ്പോൾ കർത്താവിനെ തട്ടി വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ?
എത്ര ഹൃദയസ്പർശിയായൊരു ചോദ്യമാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ശരി, ഞാൻ ആ കാര്യത്തിൽ ശിഷ്യന്മാരുടെ കൂടെയാണ്. ഒരാമേനൊന്ന് പറ. യേശുവിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ്, കടലേ, കാറ്റേ, തിരേ, നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെ പ്രതിസന്ധിയായി നിൽക്കാൻ കഴിഞ്ഞു? ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ അടങ്ങ് എന്ന് ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ, ഒരാമേനൊന്ന് പറ. ഇവരങ്ങോട്ട് പറയുന്നതിന് മുമ്പ് കർത്താവ് ആ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ കർത്താവിന് വിചാരം ഉണ്ടെന്ന് സമർത്ഥിക്കാമായിരുന്നു. പക്ഷെ ന്യായം ശിഷ്യന്മാരുടെ ഭാഗത്തല്ലേ? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വേളയെങ്കിലും അങ്ങനെ ദൈവത്തോട് ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൃതി വെച്ച് യോഗം വിട്ടു പോകല്ലേ, ശാന്തമായിട്ട് ഇവിടെ നിന്ന് നിൽക്കണേ, എനിക്ക് നിങ്ങളെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. ഒരു നല്ല ആമേനെന്ന് പറ. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളുടെ നടുവിൽ ഞാനും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ അങ്ങുപോലും എന്നെ കൈവിട്ടോ? ഒരു വേളയെങ്കിലും ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ, ചില നൊമ്പരങ്ങളിൽ അറിയാതെ നമ്മുടെ അകത്തും അങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ടില്ലേ പ്രിയരെ? ഇന്ന് രാത്രി എഴുതി വെച്ചോ കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ ചിന്തിച്ചതുപോലെ മറുപടി ലഭ്യമായില്ല എന്നുള്ളത് കൊണ്ട് ദൈവം കൈവിട്ടെന്നോ ദൈവം ഉപേക്ഷിച്ചെന്നോ ചിന്തിക്കരുത്. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും, അല്പം വൈകിയെന്ന് വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വാസത്താൽ സ്തോത്രം ചെയ്ത് സമ്മതിക്കാൻ എത്ര പേർ ഈ രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം സമർത്ഥിക്കാനാണ് ഇവിടെ വരുന്നത്. ഇവർ പറയുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? അപ്പം ഇവർക്ക് തോന്നി കർത്താവിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ ഇടപെടാതിരിക്കുന്നത്. എന്നാൽ യേശുവിന് അവരോട് ഉത്തരവാദിത്വമുണ്ടോ? അവരെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ തെളിവ്? കർത്താവ് എവിടെ തലവെച്ചുറങ്ങിയെന്ന്? അമരത്ത് തലവെച്ചുറങ്ങിയെന്ന്. എന്താ ഈ അമരത്ത് തലവെച്ചുറങ്ങിയെന്ന് തിരുവെഴുത്ത് പറയാൻ കാരണം? ഒരു പടകിൻ്റെ, ഒരു കപ്പലിൻ്റെ പ്രധാന ഭാഗം അമരമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും, കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്നതാണെങ്കിലും, അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ യാത്ര ചെയ്ത 276 പേരുമായി റോമിനെ ലക്ഷ്യമായി പോയ കപ്പൽ ഇരുകടൽ കൂടിയോട് സ്ഥലത്തെത്തിയപ്പോൾ അണിയം ഉറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പലുടഞ്ഞു. അപ്പം അമരം തകർന്നാൽ ഒരു കപ്പലിനും നിലനിൽപ്പില്ല, ഒരു പടകിനും നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ യേശു എവിടെ തലവെച്ചെന്ന? അമരത്ത് തലവെച്ചെന്ന. എന്താ അതിൻ്റെ അർത്ഥം? ഇവർ ചോദിക്കുന്നത് എന്താ? നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? എൻ്റെ ചോദ്യം, കർത്താവിന് വിചാരമുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ തെളിവ്? പത്രോസേ, അന്ത്രയോസേ, യാക്കോബേ, തോമസേ, യോഹന്നാനേ, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് അവിചാരിതമാ, നിങ്ങൾക്ക് ആകസ്മികമാ. പക്ഷെ ഇത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഇതിനെ തകർത്ത് കളയാൻ ഇരുളിൻ്റെ ശക്തികൾ എന്തെല്ലാം പ്രതിസന്ധികൾ അഴിച്ചുവിടാമോ അത് മുഴുവൻ അഴിച്ചുവിടുമെന്ന് എൻ്റെ രക്ഷിതാവിന് അറിയാം. പക്ഷെ എത്ര കാറ്റ് വീശി അടിച്ചാലും, എത്ര തിര തള്ളിക്കയറിയാലും ഈ പടകിനൊരു കേടും വരാതെ, പ്രതിസന്ധിയുടെ നടുവിൽ ഇത് തകരാതെ ഇതിനെ നിലനിർത്താൻ അവൻ്റെ തല അതിൻ്റെ അമരത്തുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ചേ പ്രിയരെ. എത്ര തിരകൾ തള്ളിക്കയറിയതാ, എത്ര കാറ്റുകൾ വീശി അടിച്ചതാ, എത്ര ഇരുളിൻ്റെ ശക്തികൾ ഉഗ്രമായി തകർക്കുമെന്ന് വെല്ലുവിളിച്ചതാ. എന്നാൽ നാളിതുവരെ ഇവിടം വരെ നടന്നു കയറി വന്നത് നമ്മുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടാണോ? അല്ല, ദൈവകൃപയുടെ വ്യാപാരമാണ്. ആ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ തകരാതെ ഇതപര്യന്തം നമ്മെ നടത്തിയതെന്നോർത്ത് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന്
അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ പരപ്രേരണ കൂടാതെ പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ഈ പന്തലിന്റെ കീഴിൽ ഇന്ന് രാത്രി ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഏതെല്ലാം തിരകൾ തള്ളി കയറിയാലും, എന്തെല്ലാം കാറ്റുകൾ വീശി അടിച്ചാലും, ദുഷ്ടശക്തികൾ, മാനുഷിക ശക്തികൾ, എന്തെല്ലാം ഗൂഢപദ്ധതികൾ നിനക്കെതിരെ തയ്യാറാക്കിയാലും നീ തകരാൻ ദൈവം അനുവദിക്കില്ല. ഇത് ലക്ഷ്യസ്ഥാനത്തെത്തും വരെ ഒരു നടുക്കടലിലും ഒരു ശക്തിക്കും ഇതിനെ മുക്കാനാവതില്ലാതെ ഇതിനെ ജയകരമായി നടത്താൻ ഒരു നിയന്ത്രണാതാവുണ്ട്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ഇത് സഭയുടെ ഒരു ചിത്രമാണ്. അക്കരയെ ലക്ഷ്യമാക്കി പോകുന്ന ഈ പടകൊണ്ടല്ലോ നിത്യതയിലേക്ക് പോകുന്ന സഭയുടെ ചിത്രമാണ്. ലോകവാരിധിയിലൂടെ നിത്യത എന്ന തുറമുഖത്തെ ലക്ഷ്യമാക്കി ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2024 വർഷമായി എത്ര കാറ്റുകൾ തിരുസഭയ്ക്കെതിരെ വീശി അടിച്ചു, എത്ര തിരകൾ തള്ളിക്കയറി വന്നു. ലോക ഭരണകൂടങ്ങൾ, ലോക ഭരണാധികാരികൾ, അവയുടെ കടുത്ത നിയമ നടപടികൾ, അന്ധകാര ദുഷ്ടശക്തികൾ ദൈവത്തിൻ്റെ സഭയെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം ഗൂഢപദ്ധതികൾ തയ്യാറാക്കി. പക്ഷെ സാമ്രാജ്യങ്ങൾക്കും സാമ്രാട്ടുകൾക്കും ലോകത്തിലെ കനത്ത നിയമങ്ങൾക്കും ഗൂഢപദ്ധതികൾക്കും ഒരു വർഗീയ ശക്തികൾക്കും ഈ ദൈവസഭയുടെ വളർച്ചയെയോ ദൈവത്തിൻ്റെ തിരുസഭയുടെ പദ്ധതിയെയോ മണ്ണിൽ തകർത്ത് കളയാൻ കഴിയാതെ 2024 വർഷമായി എല്ലാ തിരകളെയും തകർത്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഭ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. സമകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ കോർത്തിണക്കി ദൈവത്തിൻ്റെ അഭിഷക്തന്മാരായ ദൈവത്തിൻ്റെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ദുഷ്ടപിശാചേ, അന്ധകാര ശക്തിയെ, ലോക ഭരണകൂടങ്ങളെ, നിങ്ങൾ ആരെയും തലയും മുറുക്കി എന്തെല്ലാം പദ്ധതികൾ ദൈവസഭയുടെ യാത്രയെ തകർക്കാൻ, ഇതിനെ മുക്കിക്കളയാൻ, ഇതിൻ്റെ വളർച്ചയെ ഇല്ലാതെയാക്കാൻ ചെയ്തു കൂട്ടിയാലും ആ പ്രതിസന്ധികൾക്കൊന്നും തകർക്കാൻ കഴിയില്ല. തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി ആരെ കൊണ്ടും കഴിയുകയുമില്ല. എല്ലാ ദൈവമക്കളും, എല്ലാ അഭിഷക്തന്മാരും ആ കരം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് സ്തോത്രം ചെയ്ത് പറ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പൊ അവരുടെ വിചാരമില്ലെന്ന, പക്ഷെ കർത്താവിന് വിചാരം ഉണ്ടെന്നേ. എത്ര മണിക്കൂറായി കാറ്റ് വീശി അടിക്കുക, എത്ര മണിക്കൂറായി തിര തള്ളി കയറുക. ഈ കാറ്റിലും തിരയിലും ഇത് തകരാതിരുന്നതേ നിങ്ങളുടെ പരിശ്രമം കൊണ്ടാണോ, നിങ്ങളുടെ പരിചയം കൊണ്ടാണോ? അല്ലെന്നേ, എൻ്റെ തല അതിൻ്റെ അമരത്തുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം കേട്ടോ. ഒന്നിലും അഹങ്കരിക്കരുത്. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ, യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, വാക്ചാതുര്യമല്ല, നമ്മുടെ സംഘാടക പാഠവമല്ല, സർവശക്തന്റെ കരുണയാണ്. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നാം എളിമപ്പെടുന്നത്. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ ഈഗോകൾ അപ്രസക്തമായി മാറുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഞാൻ അങ്ങ് വിഴുങ്ങുകയാണ്. നമുക്ക് ദൈവമല്ല വലുത്, നമുക്ക് നമ്മുടെ ഈഗോയാണ് വലുത്. ഒരാമേനൊന്ന് പറയാവോ? ദൈവമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. ദൈവം നിലനിർത്തിയാലേ നിലനിൽക്കാൻ കഴിയൂ. ദൈവം താങ്ങിയാലേ നമ്മൾ സഹായിക്കപ്പെടുകയുള്ളൂ. ദൈവം നിലനിർത്തിയാലേ നാം നിലനിർത്തപ്പെടുകയുള്ളൂ. ഇന്ന് രാത്രി എല്ലാവരും നിറകണ്ണുകളോടെ പറയാമോ, ദൈവമേ, ഞാൻ ഭാവിക്കേണ്ടുന്നതിന് മീതെ ഭാവിച്ചുയരുകയോ ദൈവമഹത്വം എവിടെയെങ്കിലും അപഹരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദേശം വിടുവിക്കപ്പെടണമേ, മനുഷ്യാത്മാക്കൾ രക്ഷിക്കപ്പെടണമേ, പാതാള ശക്തികൾ അടിയറവ് പറയണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സ വാച കർമ്മണ എവിടെയെങ്കിലും
ദൈവനാമം മഹത്വപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമഹത്വം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലെ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമ്മുടെ വിഷയത്തോട് ഞാനിത് ചേർത്ത് വെക്കാം. കാറ്റ് വീശിയടിക്കുന്നു, തിര തള്ളിക്കയറുന്നു, പടക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. 12 ശിഷ്യന്മാർ പ്രാണഭയം കൊണ്ട് അലറിക്കരയുന്നു. എന്നാൽ ആ വീശിയടിക്കുന്ന കാറ്റിൽ, തള്ളിക്കയറുന്ന തിരയിൽ, മുങ്ങുന്ന പടകിൽ, അലറിക്കരയുന്ന 12 പേരുടെ നടുവിൽ എൻ്റെ യേശു ശാന്തമായി ഉറങ്ങി. അതാ അവൻ അനുഭവിച്ച സമാധാനം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്? എല്ലാം എതിരായിരിക്കുമ്പോഴും എൻ്റെ രക്ഷിതാവ് സുഖമായി ഉറങ്ങി. ആമേൻ പറഞ്ഞു പറ. അതാ യേശു അനുഭവിച്ച സമാധാനം. മറ്റൊരു സംഭവം കൂടെ പറയാം. ഗെത്സമന തോട്ടത്തിലേക്ക് ഒന്നുകൂടെ വരണം. ഗെത്സമന തോട്ടത്തിൽ 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന്, യേശുവിനെ പിടിക്കാൻ വരുന്ന ചേവകര്, പടയാളികള്, ആൾക്കൂട്ടം. അവരുടെ ചിന്ത അർദ്ധരാത്രി കഴിഞ്ഞ ഈ സമയത്ത് യേശു ആരാണെന്നൊന്ന് ബോധ്യമായാൽ മതി, ഇപ്പം പിടിക്കാമെന്ന നിലയിലാണ് വരുന്നത്. പക്ഷെ യേശു കർത്താവ് അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നസറയനായ യേശുവിനെ. ഉടനെ എൻ്റെ പൊന്നു കർത്താവ് പറയുന്നു, അത് ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞതും അവരെല്ലാവരും കൂടെ പിറകോട്ട് വീണു. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, യേശു ക്രിസ്തു ദൈവമാണോ? ഞാൻ പറഞ്ഞു, എന്താ സംശയം? ദൈവം. ഇപ്പം ദൈവമാണെങ്കിൽ ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ പദം പറയുന്നതിൽ എനിക്ക് അല്പം വൈക്ലഭ്യമുണ്ട്. അങ്ങേര് എന്നോട് പറയുകയാണ്, അങ്ങേർക്ക് അങ്ങേരെ രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നെ അല്ല നിങ്ങളെ രക്ഷിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. യേശു ക്രിസ്തുവിനെ പിടിച്ചതാന്ന്, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതാന്ന്, യേശു ക്രിസ്തുവിനെ കൊന്നതാണെന്ന് ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ രാത്രി അത് മാറ്റിക്കണം. യേശു ക്രിസ്തുവിനെ ആരും പിടിച്ചതല്ല. കാരണം പിടിക്കാൻ വന്നവർ അവരുടെ അടുക്കലേക്ക് കർത്താവ് ചെന്ന്, നിങ്ങൾ ആരെ തിരയുന്നു? നസറയനായ യേശുവിനെ എന്ന് പറയുമ്പോൾ, അത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അവർ പിറകോട്ട് വീണ് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബോധം കെട്ടു വീണു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവർ ബോധം കെട്ട് കിടക്കുമ്പോൾ രക്ഷപ്പെടാനായിരുന്നെങ്കിൽ എൻ്റെ യേശുവിന് രക്ഷപ്പെടാമായിരുന്നു. കാരണം രക്ഷപ്പെടാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവര് പിടിച്ചതല്ല. ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് യേശു തൻ്റെ കൈ നീട്ടി കൊടുത്തതാ. കുന്നംകുളം UPF കൺവെൻഷനിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറയും, യേശു ക്രിസ്തുവിനെ ആരും പിടിച്ചതല്ല, യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ്. യേശുവിൻ്റെ ജീവനെ ആരും എടുത്തതല്ല, യേശു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വച്ചു തന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 10 വായിക്കുന്നത്, മനുഷ്യപുത്രന്, ആമേൻ പറഞ്ഞു പറ, മനുഷ്യപുത്രന് തൻ്റെ ജീവനെ കൊടുപ്പാനും ഹല്ലേലൂയ തിരികെ പ്രാപിപ്പാനും അധികാരമുണ്ട്. യേശുവിന്റെ ജീവനെ ആരും എടുത്തതല്ല, അവൻ തൻ്റെ ജീവനെ വച്ചു തന്നതാണ്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമാർക്കുമില്ല. ഇപ്പൊ പിടിക്കാൻ വന്നവര് പിറകോട്ട് വീണ്, ഇന്നാ എന്നെ പിടിച്ചോളാൻ പറഞ്ഞ യേശു കൈ നീട്ടിക്കൊടുക്കുമ്പോഴാണ് പിടിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ കണ്ടോ? ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും മരിച്ചാലും മറക്കുകയില്ലെന്ന് പറഞ്ഞ ശിഷ്യന്മാരാ. പക്ഷെ കാര്യം വന്നപ്പോൾ, കർത്താവിനെ പിടിച്ചപ്പോൾ അവർ ഓടിയ ഓട്ടം നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി. എന്നാൽ മൂന്നാമതൊരു വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെടുത്താം. അതെൻ്റെ രക്ഷിതാവാണ്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞോട്ടെ. പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിൽ നിൽക്കുക യേശു. നിങ്ങൾ എത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും നിങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങളെ കൊണ്ടൊന്നും നടക്കുകയില്ല. ഒരു നല്ല ആമേനെന്ന് പറ. ഇപ്പോൾ ഉദാഹരണം, ഒത്തിരി ഉദാഹരണം പറയണ്ടേ, എന്നാൽ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ത്യ ലോക കായിക രംഗത്ത് മികവിൽ നിൽക്കുന്നത് ക്രിക്കറ്റിലാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഫുട്ബോളിലാണ്. ബ്രസീലും അർജൻറ്റീനയും
അവരുടെ ദേശീയ പതാകയൊക്കെ ലോക ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ യുവജനങ്ങൾ ഉയർത്തി ആവേശത്തിൻ്റെ അണപൊട്ടി ഒഴുകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ ക്രിക്കറ്റ് ടീമുകളുണ്ട്, ഫുട്ബോൾ ടീമുകളുണ്ട്, വോളിബോൾ ടീമുകളുണ്ട്, എന്തുമാകട്ടെ. അങ്ങനെ നല്ല പരിശീലകരെ രാജ്യങ്ങൾ ആ ടീമിന് കൊടുക്കാറുണ്ട്. പക്ഷെ നല്ല പരിശീലകരെ മാത്രമല്ല കൊടുക്കാറുള്ളത്, നല്ല മനഃശാസ്ത്ര വിദഗ്ധരെ കൂടെ കൊടുക്കും. എന്നാൽ മനഃശാസ്ത്ര വിദഗ്ധരെ കൂടെ കൊടുക്കാൻ കാരണം, എത്ര നന്നായി ബാറ്റ് ചെയ്യുന്നവനാണേലും, എത്ര നന്നായി ബോൾ ചെയ്യുന്നവനാണേലും, എത്ര നന്നായി കീപ്പ് ചെയ്യുന്നവനാണേലും, എത്ര നന്നായി ഫീൽഡ് ചെയ്യുന്നവനാണേലും, എത്ര നന്നായി ഗോൾ അടിക്കുന്നവനാണേലും, ഗോൾ വല കാക്കുന്നവനാണെങ്കിലും, എത്ര നന്നായി പ്രതിരോധ നിരയിൽ തിളങ്ങുന്നവനാണെങ്കിലും, മാനസികമായി അവൻ തകർന്നാൽ അവനെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. എത്ര പരിചയമുള്ളവനാണേലും, എത്ര കരുത്തനാണേലും, മാനസികമായി തകർന്നാൽ അവനെ കൊണ്ടൊന്നും നടക്കുകയില്ല. പ്രിയരെ, നമ്മൾ മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. ഇത് നമ്മളെക്കാൾ നല്ലവണ്ണം ദുഷ്ടപിശാചിനറിയാം കേട്ടോ. അതുകൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരെ, കൃപയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായി തകർത്ത് ദൈവം കൊടുത്ത കൃപാവരങ്ങൾ ജ്വലിക്കാൻ കഴിയാതെ, ആത്മിക ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയാതെ, ആത്മികമായി വളരാൻ കഴിയാതെ, ഇരുളിൻ്റെ ശക്തികൾ മാറി മാറി മാനസിക സമ്മർദ്ദങ്ങളാൽ വേട്ടയാടുന്നത്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും ഒരു അഭിഷക്തന്റെ മേൽ, ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ മേൽ മാനസിക സംഘർഷങ്ങളിട്ട് അവരെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏക കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ആത്മബലത്തോടെ, അധികാരത്തോടെ ആ വാക്കിന് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ഇറങ്ങി വരുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. എന്നാൽ യേശു കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിനകത്ത് കർത്താവ് നിൽക്കുക. പക്ഷേ പത്രോസിന്റെ വാളിൻ്റെ വെട്ടേറ്റ് മൽക്കോസിന്റെ വലത്തെ കാത് ഗത്സമനിയുടെ പച്ച മണ്ണിൽ രക്തത്തിൽ കിടന്ന് പെട്ടക്കുകയാണ്. യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു പോകത്തേയുള്ളൂ. കാരണം താനായി തന്നെ ഒരു പ്രതിസന്ധിയില്ല. പക്ഷേ ആ പ്രതിസന്ധിയിലുള്ള കർത്താവ് മൽക്കോസിന്റെ കാത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ചു പോയില്ല. തൻ്റെ കൈ കൊണ്ട് ആ കാതെടുത്ത് യഥാസ്ഥാനത്ത് ഒട്ടിച്ചു കൊടുത്തു. രണ്ട് കാര്യങ്ങൾ അവിടെ ഞാൻ പറയുകയാണ്. മൽക്കോസിന്റെ കാതെടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ, തന്നെ പിടിക്കാൻ വന്നവന്റെ കാതെടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ എൻ്റെ കർത്താവിന് മനസ്സായെങ്കിൽ, ഈ രാത്രി സന്ദേശം പ്രസംഗിക്കുന്ന, ഇത് കേൾക്കുന്ന എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒരു രോഗശാന്തി പകരണമെന്ന് ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് സംഭവിച്ചു കൂടെ പ്രിയരെ. എൻ്റെ രക്തധമനികളിൽ, നിങ്ങളുടെ രക്തധമനികളിൽ, നമ്മുടെ മാംസപേശികളിൽ, നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ, നമ്മുടെ ബാഹ്യ അവയവങ്ങളിൽ ഇന്ന് രാത്രി ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി തന്നെ അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അയക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെടേണ്ട ആത്മമണ്ഡലത്തെ തടയുന്ന, ആത്മിക അന്തരീക്ഷത്തെ തടയുന്ന പൈശാചിക ശക്തികളോട്, ദേശാധിപതി ശക്തികളോട് ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു, ഈ രാത്രി വഴിമാറി പോകുക. യേശുക്രിസ്തുവിന്റെ നാമത്താലുള്ള, ദൈവവചനത്താലുള്ള അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമടിച്ച് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ.
അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കും. അഭിഷക്തന്മാരോട് ഇന്ന് രാത്രി കൈകൂപ്പി പിടിച്ച് ഞാനൊരു ദൂത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഒരു പ്രതിസന്ധിയില്ല. പക്ഷെ താൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും മൽക്കോസിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ തൻ്റെ പ്രതിസന്ധി യേശുവിനൊരു തടസ്സമായി മാറിയില്ല. നമ്മൾ കുഴയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം രോഗികൾ വരുമ്പം പ്രാഗൽഭ്യമില്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ നടുവേദനയായിട്ട് വർഷങ്ങളായി നിൽക്കാനും ഇരിക്കാനും പെടാപാട് പെടുകയാണ്, അതിവേദനയാണ്, എനിക്ക് മാറി മാറി രോഗമാണ്. ഈ രോഗിയായ ഞാനെങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ഒരു നല്ല ആമേനെന്ന് പറ. പാസ്റ്റർമാരെ നീ ചോദിക്കും, നമുക്ക് എത്ര പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് എല്ലാവരും പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം തന്നെ നമുക്കൊരാശങ്ക, കർത്താവേ അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാൻ. എത്ര 21 കഴിഞ്ഞ്, എത്ര 40 കഴിഞ്ഞ്, എന്നിട്ട് എനിക്കൊരു വിടുതലില്ല. ഞാനെങ്ങനെ ഈ പ്രതിസന്ധിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പക്ഷെ നമ്മുടെ പ്രതിസന്ധികളോ നമ്മുടെ രോഗങ്ങളോ മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാഗൽഭ്യത്തെ കെടുത്തരുത്. കാരണം നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ആത്മിക ശുശ്രൂഷ എന്താണെന്ന് ഞാൻ പറയാം. സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്നതാണ് ദൈവം നമുക്ക് തന്ന മിനിസ്ട്രി എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന മിനിസ്ട്രി പ്രാഗൽഭ്യത്തോടെ ചെയ്യുക. നിങ്ങളുടെ അനാരോഗ്യങ്ങളോ നിങ്ങളുടെ പ്രതിസന്ധികളോ, പ്രതിസന്ധിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ പിറകോട്ട് വലിക്കരുത്. വേറെ കാര്യം, ജനത്തോടും ഞാൻ കൈകൂപ്പി പിടിച്ച് പറയുകയാണ്. ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ രോഗങ്ങളിലൂടെ പോകുന്നവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അവരെ പരിഹസിക്കരുത്. അങ്ങേര് 8-10 എന്നാണ് നടക്കുന്നത്. അങ്ങേരാണ് രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നത് എന്ന് കമൻസ് പറയരുത്. ഒരു നല്ല ആമേനൊന്ന് പറ. അവരശക്തരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരെ ശക്തരാക്കാൻ ദൈവത്തിന് കഴിയും. അവർ ബലഹീനരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരെ ബലവാന്മാരാക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലകളിൽ ആരുടെയെങ്കിലും വൈകല്യങ്ങളെ പരിഹാസത്തിന് പാത്രീഭൂതമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിടുതലുകൾ തടയപ്പെട്ടത് അവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് നാളെയല്ല ഇപ്പോൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവമേ, വിമർശിക്കാൻ പാടില്ലാത്ത പലതിനെയും വിമർശിച്ച്, ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പലതും ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്യാൻ പാടില്ലാത്ത പലതിനും ലൈക്ക് ചെയ്ത്, ഹൃദയം കൊണ്ട് ഞാനത് സപ്പോർട്ട് ചെയ്തത് ഇന്ന് രാത്രി എന്നോട് ക്ഷമിച്ച് എൻ്റെ വിടുതലിന്, എൻ്റെ സഭയുടെ വിടുതലിന്, എൻ്റെ തലമുറയുടെ വിടുതലിന് അതൊരു തടസ്സമായി മാറരുതെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ആ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രി ആ യാഥാർത്ഥ്യം മറക്കല്ലേ. അപ്പൊ യേശു കർത്താവ് മൽക്കോസിന്റെ കാത് യഥാസ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ പുറമേ പ്രതിസന്ധിയുടെ തീക്കണ്ടമുണ്ടെങ്കിലും കർത്താവ് അനുഭവിച്ച സമാധാനം വലുതായിരുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആശയം, എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? കഴിയണം. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? കഴിയും. ഉദാഹരണം, അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം വായിക്കേണ്ട 12-ാം അധ്യായം. ഹെരോദ രാജാവ് പത്രോസിനെ പിടിച്ചു. യാക്കോബിനെ ഓൾറെഡി കൊന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് പത്രോസിനെ ശിരച്ഛേദം ചെയ്യാൻ തീരുമാനിച്ച് 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ച് തടവിലാക്കിയിരിക്കുകയാണ്. പക്ഷേ ആ കാരാഗ്രഹത്തിൽ ദൂതനിറങ്ങി പത്രോസിനെ കാരാഗ്രഹത്തിൻ്റെ പുറത്തു കൊണ്ടുവരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി ആ ജയിലിൽ കിടന്നുറങ്ങുകയായിരുന്നു.
എനിക്ക് ഒത്തിരി പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആവേശമുണ്ടായൊരു പദമാണത്. കൊല്ലപ്പെടുന്നതിൻ്റെ തലേരാത്രി പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, നാളെ നേരം വെളുത്താൽ ഹെരോദ രാജാവ് താങ്കളെ വിസ്തരിച്ച് ശിരച്ഛേദം ചെയ്യാൻ പോകുകയാണ്, അതറിഞ്ഞുകൂടെ? പത്രോസ് പറയും, ഉവ്വ്, നാളെ നേരം വെളുത്താൽ ഹെരോദാവ് എന്നെ വിസ്തരിച്ച് എന്നെ ഗളച്ഛേദം ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നാളെ നേരം വെളുത്താൽ നിന്റെ തല വെട്ടുമെന്നറിയാമെങ്കിൽ എങ്ങനെ കൊല്ലപ്പെടുന്നതിൻ്റെ തലേരാത്രി ഇവിടെ ഈ പരുക്കൻ തറയിൽ ഇങ്ങനെ കിടന്ന് സുഖമായി ഉറങ്ങാൻ കഴിയുന്നത്? പത്രോസ് പറയാൻ സാധ്യതയുള്ള മറുപടി, എനിക്കെന്നല്ല, ലോകത്തിൽ ആർക്കും കൊല്ലപ്പെടുന്നതിൻ്റെ തലേരാത്രി കൊല്ലപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഉറങ്ങാൻ ഒരു കാരണമുണ്ട്. എന്താ ഉറങ്ങാൻ കാരണമെന്നറിയാമോ? കൊല്ലപ്പെടുന്നതിൻ്റെ തലേരാത്രി ഗെത്സമന തോട്ടത്തിൽ എൻ്റെ രക്ഷിതാവ് അനുഭവിച്ച സമാധാനം ഞാൻ പോലും അറിയാതെ ഈ ജയിലറയുടെ പരുക്കൻ തറയിൽ എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവിക സമാധാനമാണ് കൊല്ലപ്പെടുന്നതിൻ്റെ തലേരാത്രി അങ്ങനെ സംഭവിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, അതാ ദൈവിക സമാധാനം. ഏത് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നാം പോലും അറിയാതെ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ പേരാണ് ദൈവിക സമാധാനം. അതനുഭവിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ, എത്ര ദൈവത്തിന്റെ ദാസന്മാർ ഇതിനകത്ത് ഈ രാത്രി വന്നിട്ടുണ്ട്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്ത വാക്യം എല്ലാവരും ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് പറയേണ്ട വാക്യമാണ്. എന്നാൽ സകല ബുദ്ധിയെയും, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അവിടെ ഒരു ചെറിയ പ്രബോധനം പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തെയും നമ്മെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് എന്താ? ലോകത്തെയും നമ്മെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് പ്രതിസന്ധികളില്ലായ്മയല്ല. ഒരു നല്ല ആമയം പറയാൻ മനസ്സുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. ഇന്നത്തെ സുവിശേഷ പ്രസംഗമൊക്കെ വളരെ രസകരമാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നാൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും. പിന്നെ എന്നാ കണ്ണും കൂടെ പൊന്നാകാത്ത? കണ്ണും കൂടെ പൊന്നായാൽ പിന്നെ പൊന്നായതെല്ലാം എങ്ങനെയാ കാണുക? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇങ്ങോട്ട് വന്നാൽ ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരു മിഥ്യാധാരണയാണ് നാം സമൂഹത്തിന് കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, പ്രതിസന്ധി ഇല്ലായ്മയല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു പറയണം. ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധിയും ഏതൊരു ദൈവ പൈതലിനും സംഭവിക്കാം. എന്നോട് ചേർന്ന ആ വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതിന്റെ മനോഹരമായ ഉദാഹരണമാ കോവിഡ്. ഒരാമേനൊന്ന് പറ. ഞാൻ ഇങ്ങനെയൊക്കെ പറയത്തില്ല, തന്നാലൊന്നും പറയാതിരിക്കാൻ പറ്റുകയില്ല. 1000 പ്രാവശ്യം സ്തോത്രം പറഞ്ഞാൽ ഒരു കോവിഡും വരികയില്ല. 91 സങ്കീർത്തനം 100 പ്രാവശ്യം പറഞ്ഞാൽ ഒരു കോവിഡും വരികയില്ല. 1000 പോയിട്ട് 10,000 സ്തോത്രം പറഞ്ഞിട്ടും കോവിഡ് വന്നു. 100-ന് പകരം എത്രയോ പ്രാവശ്യം 91 സങ്കീർത്തനം പറഞ്ഞു, എന്നിട്ടും കോവിഡ് വന്നു. ഒരാമേനൊന്ന് പറ. അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എന്താ ഇങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടി. എന്തൊന്നും ബോധപൂർവം പറയാൻ നിന്നല്ല. നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ദൂതതുല്യരൊന്നും ആയിട്ടില്ല. എബ്രായ ലേഖനം അസന്നിഗ്ധമായി പറയുന്നു, നിങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരാകയാൽ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരോട് കരുണ കാണിച്ചോണം. അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പം അവരൊരു പ്രതിസന്ധിയിലൂടെ പോവുക, അവരെ വിമർശിക്കുകയൊന്നും ചെയ്യരുത്, അവരോട് അനുകമ്പ കാണിച്ചോണം. കാരണം നീയും ജഡത്തിലാണ് വസിക്കുന്നത്.
അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് കുഴപ്പമൊന്നും കാണുകയില്ല, പക്ഷെ നാളെ ഇന്ന് അവർ അഭിമുഖീകരിക്കുന്നത് പോലെയോ അതിനേക്കാളോ വലിയ പ്രതിസന്ധി നിനക്കും വന്നേക്കാം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് തിരിയുന്നുണ്ട്? പ്രതിസന്ധികളില്ലാത്ത ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവിൽ എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു പറയാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. പ്രതിസന്ധി ഇല്ലായ്മയല്ല നമ്മെയും ലോകത്തെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. പക്ഷേ പ്രതിസന്ധിയിൽ നമ്മെയും മറ്റുള്ളവരെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളെ ലോകത്തിനറിയൂ. ചിലർ വിമർശനമായി ചോദിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, മുങ്ങാനും പൊങ്ങാനും അന്യഭാഷ പറയാനും എല്ലാം പോയിട്ട് നിനക്കെന്നാ ഇങ്ങനെ വന്നേ? അപ്പോഴാണ് നമുക്ക് നിരാശ. നമുക്കത് വന്നതിലല്ല പ്രശ്നം, നാട്ടുകാരങ്ങനെ ചോദിക്കുന്നതിലാണ് നമ്മുടെ പ്രശ്നം. നാട്ടുകാരങ്ങനെ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തോട് വെറുതെറുക്കരുത്, മനുഷ്യനോട് പൊട്ടിത്തെറിക്കരുത്, ഭാഷന്മാരോട് മുഷിയാനും പോകരുത് കേട്ടോ. കാരണം അവൻ പറയുന്നത് അവൻ്റെ ആ വികലമായ ചിന്താഗതിയിൽ നിന്ന്. ലോക മനുഷ്യൻ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? ദൈവത്തോട് സ്നേഹം എന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് സ്വർഗത്തിൽ പോകാനുമല്ല. പിന്നെ അവർക്ക് ദൈവം സുഖലോലുപമായി ഇവിടെ ജീവിക്കാൻ ഒരു ഒറ്റമൂലിയാണ്. അവർക്ക് ദൈവത്തെ കൊണ്ട് സ്വർഗത്തിലൊന്നും പോകണ്ട, സ്വർഗതുല്യമായൊരു ജീവിതം ഇവിടെ നയിക്കാൻ അവർക്ക് ദൈവത്തെ വേണം. അതാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല, അവർക്ക് വല്ലതും കിട്ടിയാൽ മതി. സുഖലോലുപമായ സ്വർഗതുല്യമായ ഒരു ജീവിതം ഇവിടെ കിട്ടാൻ ദൈവത്തെ മനുഷ്യനൊരു ഉപാധിയാക്കുന്നു. അതാണ് ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട വിശ്വാസിക്ക് ദൈവം ഇവിടെ സുഖലോലുപമായ സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ ഒരു കുറുക്കു വഴി മാത്രം അല്ല, പിന്നെ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരാളിലൂടെ, ആ മാർഗത്തിലല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലില്ലെന്നും നിത്യസ്വർഗത്തിൽ ചെല്ലാൻ മാർഗമില്ലെന്നും നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ നിത്യതയിലെത്താൻ ഏക മാർഗം യേശുവാണ് എന്ന ബോധ്യം കൊണ്ടാണ് നാം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. എന്നോട് ചേർന്ന് തൻ്റെ ഇടത്തോടെ ആ വാക്കിന് ആമേൻ പറയാൻ കരുത്തുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കാഴ്ചപ്പാട് പോയാൽ നമ്മൾ ബിഗ് ഹീറോയാണ്. ഹല്ലേലൂയ. അപ്പോ പ്രതിസന്ധി ഇല്ലാത്തൊരു ജീവിതം അതാ ദൈവത്തെ വിളിച്ചാൽ കിട്ടുക എന്ന മനുഷ്യന്റെ വികലധാരണ. പക്ഷെ ദൈവമക്കൾ അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകരുത്. പ്രതിസന്ധി ഇല്ലായ്മയല്ല നമ്മെയും മറ്റുള്ളവരെയും വ്യത്യസ്തരാക്കുന്നത്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് അനുഗ്രഹം? ആ പ്രതിസന്ധിയുടെ നടുവിൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായ ദൈവിക അനുഗ്രഹമാണ്. എന്നോട് ചേർന്ന കരം ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവമക്കൾ വിളിച്ചു പറ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? ചില പ്രതിസന്ധികളൊക്കെ മറികടന്ന് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് പിറകോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറില്ലേ? കർത്താവേ, അന്ന് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു, എങ്ങനെ ഞാൻ അതിനെ അതിജീവിച്ച് പുറത്തു വന്നു? ഒറ്റ കാര്യമേ മറുപടിയായി പറയാനുള്ളൂ, കഴിവല്ലേ, മിടുക്കല്ലേ. ആ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ മേൽ ഇറങ്ങി വന്ന ആ ദൈവിക സമാധാനത്തിന് ഇന്ന് രാത്രി സ്തോത്രം എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ സമാധാനം കിട്ടാൻ നാം എന്താ ചെയ്യണ്ടേ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആർക്കായി സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്? കൊലോസ്യ ലേഖനം വായിക്കാം, 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വളരെ വേഗത്തിൽ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ, ആരാ വായിക്കുന്നത്? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എത്ര പേർക്ക് നല്ല ആമേൻ പറയാൻ കഴിയും? അവൻ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു ക്രിസ്തു മൂലം സമാധാനമുണ്ടാക്കി.
ഈ സമാധാനത്തിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ഉണ്ടാക്കപ്പെട്ട സമാധാനം. ആരൊക്കെ തമ്മിൽ? ദൈവവും മനുഷ്യനുമായി. ആര് മൂലം? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണം മൂലം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഒഴുകപ്പെട്ട പുണ്യാഹ രക്തം മൂലം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് മനുഷ്യനും ദൈവവും തമ്മിൽ സമാധാനം ഉണ്ടാകേണ്ടി വന്നതിൻ്റെ കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 59:1, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ പാപമാണ്, നിങ്ങളുടെ അകൃത്യമാണ്. ഒരിക്കലും പരമപരിശുദ്ധനായ ദൈവത്തിനും ഏറ്റവും മ്ലേച്ഛപാപിയായ മനുഷ്യനും തമ്മിൽ അടുക്കാൻ കഴിയാതെ രണ്ടുപേരുടെയും നടുവിൽ പർവ്വതം പോലൊരു പ്രതിസന്ധി നിൽക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ പേരാണ് പാപം. ആ പാപ പ്രശ്നത്താൽ ഒരിക്കലും മനുഷ്യനും ദൈവത്തിനും തമ്മിൽ അടുക്കാൻ കഴിയാതെ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. അതിനെൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നു. മനുഷ്യനായി മണ്ണിൽ വരിക മാത്രമല്ല, എൻ്റെ യേശു ക്രൂശിൽ ചെയ്തതെന്താണ്? പിതാവായ ദൈവം ചെയ്തതെന്താണ്? യെശയ്യാ 53 നാം ഒരുമിച്ച് വായിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. എത്ര പേർ ആദരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയും? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, മനുഷ്യനും ദൈവത്തിനും തമ്മിൽ അടുക്കാൻ കഴിയാതെ എന്നേക്കും അവരെ അകറ്റി നിർത്തിയിരുന്നത് പാപപ്രശ്നമായിരുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ, ഒന്ന് സ്തോത്രം ചെയ്ത് പറ, നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. എൻ്റെ 13ാമത്തെ വയസ്സിലാണ് കൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. ഞാൻ ജനിച്ചു വീണ സമുദായത്തിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വല്യപ്പൻ വല്യമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഈശോ മിശിഹാ എൻ്റെ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു എന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഭയഭക്തി ബഹുമാനാദരവോടെ ക്രൂശെടുത്ത് മുത്തോട് മുത്തുമുത്തി ഞാൻ പാടുമായിരുന്നു, കർത്താവേ നിൻ ക്രൂശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നേ, കർത്താവേ നിൻ ക്രൂശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നേ എന്ന് ഭയഭക്തി ബഹുമാനാദരവോടെ പാടുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലെ ചിന്ത, മിശിഹാ തമ്പുരാൻ എൻ്റെ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു എന്നായിരുന്നു. എന്നാൽ പിന്നീട് വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, യേശു ക്രൂശ് ചുമന്നു, സത്യം സത്യം സത്യം. എന്നാൽ യേശു ക്രൂശിലല്ല നമ്മുടെ പാപങ്ങൾ ചുമന്നത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവെടുത്ത് പറയുന്നു, യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ, അധരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്ത് പറ, യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി. അദ്ദേഹത്തിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന സുവിശേഷത്തിൽ പങ്കാളികളായ ദൈവമക്കൾ ഒരുമിച്ച് അധരം തുറന്നു സ്തോത്രം ചെയ്ത വാക്യമെന്ന് പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യൻ ഒരിക്കലും ദൈവത്തോടടുക്കാൻ കഴിയാതെ തടസ്സമായി നിന്ന ആ പാപ പ്രശ്നമുണ്ടല്ലോ, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് പിതാവ് വെച്ചു കൊടുത്തു. ഇസഹാക്ക് മോറിയ മലയുടെ ആ കുത്തുകയറ്റം ആ വിറക് കെട്ടുമായി ചുമന്ന് കയറിയതുപോലെ എൻ്റെ രക്ഷിതാവ് മുഴുലോകത്തിൻ്റെയും പാപത്തിൻ്റെ വിഴുപ്പ് പാണ്ഡം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പാപപ്രശ്നത്തിന് യേശു ക്രൂശിൽ പരിഹാരം വരുത്തി. ഇന്ന് രാത്രി കുന്നംകുളം ദേശനിവാസികളെ, ഈ ശബ്ദസീമയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, താങ്കൾക്ക് ദൈവത്തോട് ഒരിക്കലും അടുക്കാൻ കഴിയാതെ തടസ്സമായി നിന്ന പാപപ്രശ്നം ഇന്ന് മനുഷ്യനും ദൈവത്തിനും നടുവിലില്ല. ആ പ്രശ്നം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതെന്നേക്കും മനുഷ്യരിൽ നിന്ന് എൻ്റെ ദൈവം എടുത്തു മാറ്റി. അധരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ ക്രൂശും മരണത്താൽ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്ത്
ആ ഒരു മധ്യസ്ഥരുടെയും വക്കാലത്തില്ലാതെ, ഒരു നല്ല ആമേൻ പറയാമോ? ആരുടെയും പരസഹായം കൂടാതെ ഏതു സമയത്തും കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറയത്തക്ക നിലയിൽ അത്ര ദൈവിക അംഗീകാരവും പ്രാഗൽഭ്യവും നമുക്ക് ക്രൂശ് മുഖാന്തരം യേശു ക്രിസ്തു തന്നു. ആ അനുഗ്രഹമാണ് ദൈവത്തോടുള്ള സമാധാനം. ആ സമാധാനം പ്രാപിച്ച എത്ര പേര് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാ റോമാലേഖനം 5:1 വായിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമായവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ദൈവീക സമാധാനം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ തിരിയുന്നുണ്ട്? ആർക്കാ കർത്താവ് അനുഭവിച്ച സമാധാനം കിട്ടുന്നത്? ദൈവത്തോട് സമാധാനമായവർക്ക്. എങ്ങനാ ദൈവത്തോട് സമാധാനമായത്? എനിക്ക് വേണ്ടി ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ തടസ്സമായി നിന്ന പാപത്തെ യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എല്ലാവരും ഇന്ന് രാത്രി ക്രൂശിലേക്കൊന്ന് നോക്കാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമൊഴിവുചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ആ മരക്കുരിശിന്റെ ഒരു ഭാഗവുമായി യെരൂശലേം തെരുവീതിയിലൂടെ വീണ്ടും വീണ്ടും നടന്നു നീങ്ങി തലയോടിടുമെന്ന ഗോൽഗോഥ മലയുടെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എൻ്റെ യേശു പ്രാണനെ വെടിഞ്ഞു. ആ യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണത്താൽ എൻ്റെ പാപം ദൈവം പരിഹരിച്ചു. എനിക്കും ദൈവത്തിനും തടസ്സമായി നിന്നിരുന്ന, എനിക്കെൻ്റെ ദൈവത്തെ സമീപിക്കാൻ കഴിയാതെ, ദൈവത്തോട് അടുക്കാൻ കഴിയാതെ എന്നേക്കും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയ എൻ്റെ പാപപ്രശ്നം എന്നേക്കും എൻ്റെ കർത്താവിൻ്റെ മരണം മൂലം പരിഹരിക്കപ്പെട്ടു. അത് നീക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തോട് എനിക്ക് നിരക്കാൻ കഴിഞ്ഞു. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അങ്ങനെ ദൈവത്തോട് നിരന്നവർക്ക്, ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ദൈവിക സമാധാനം. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൊയർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വരും. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമയം പോയതുകൊണ്ട് ആ പാട്ട് മുഴുവൻ പാടണ്ട, 1-2 സ്റ്റാൻസ ഒന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. ആശീർവാദം കഴിഞ്ഞ് എല്ലാവരും പോകാവൂ. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളും ഏകാഗ്രമാക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി കരഗതമാക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്നൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആ കരമടിച്ചു തുടങ്ങാം. കയറ ഗാനം ചേർന്ന് പാടും. ഒരുമിച്ച് ചേർന്ന് പാടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ ധരങ്ങളും ചലിക്കട്ടെ. ഒരുമിച്ച് പാടി ദൈവത്തിന് നന്ദി പറയാം. യെസ്, ജീവിതത്തിലേക്ക് ആശ്രയമേ, ഞാനെന്നു
എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ത്തിലതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ത്തിലതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുക. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ദൈവമുമ്പാകെ ഏകാഗ്രമാക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ മാന്യമിത്രമേ, ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് മനസ്സിലാകാത്ത ദിവ്യമായ സമാധാനം അത് തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അവിഹിത ബന്ധങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ലോകത്തിലുള്ള യാതൊന്നിനും ശാശ്വതമായ സമാധാനം മനുഷ്യന് തരുവാൻ സാധ്യമല്ല. ശരിയായ സമാധാനം തരാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനു മാത്രമാണ്. ആർക്കാണ് ആ ദൈവിക സമാധാനം ലഭ്യമാകുന്നത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ പാപമോചനം പ്രാപിച്ചവർക്കാണ് ആ ദിവ്യമായ ദൈവിക സമാധാനം ലഭ്യമാകുന്നത്. യേശു ക്രിസ്തു എന്ന സമാധാനത്തിൻ്റെ വക്താവിനെ, സമാധാനത്തിൻ്റെ പ്രഭുവിനെ ഈ രാത്രി ഞങ്ങളിവിടെ ഉയർത്തുകയാണ്. സമാധാനമില്ലാതെ തകർന്നവരാരെങ്കിലുമുണ്ടോ? ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, നാട് വിട്ടു പോകണമെന്ന് പോലും ആലോചിക്കുന്നവർ, ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെ ഞങ്ങളിവിടെ ഉയർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പവിത്ര നാമമാണ് നസറയനായ യേശു ക്രിസ്തു. കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തന്ന് എന്നെ അത്ഭുതകരമായി നടത്തുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. എത്ര പേർക്ക് ആധാരം തുറന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും അവരുടെ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കട്ടെ. ഉയർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ കരങ്ങൾ കൂടെ ഉയർന്നിരിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവെ, അനുഗ്രഹീത രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ UPFന്റെ കൺവെൻഷന്റെ പ്രഥമ രാത്രി അങ്ങയുടെ വചനവുമായി ഇവിടെ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ, ഈ ദേശത്തോട് അങ്ങയുടെ വചനം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങളുടെ സമാധാനമാണ്. ഞങ്ങളുടെ കർത്താവിൻ്റെ മരണം മൂലം ഞങ്ങളുടെ പാപം പരിഹരിച്ച്
ദൈവത്തോട് തന്ന സമാധാനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം തരുന്ന ദൈവിക അനുഗ്രഹമായ ദിവ്യ സമാധാനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദിവ്യമായ സമാധാനം കരഗതമാക്കാത്ത ആരെങ്കിലും ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ ദിവ്യമായ സമാധാനം അങ്ങനെയുള്ള വിശ്വാസത്താൽ പ്രാപിപ്പാൻ കൃപ കൊടുക്കണമേ. യോഗസംഘാടകരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങയുടെ ദാസന്മാരെ പ്രയോജനപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ യോഗത്തിലേക്ക് എന്നെ വിളിക്കുകയും ശുശ്രൂഷിക്കാൻ അവസരം തരികയും ചെയ്ത സംഘാടകർക്ക് ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നാളത്തെ യോഗ വിവരം അറിയിക്കട്ടെ. നാളെ കൃത്യം 10 മണിക്ക് തന്നെ, രാവിലെ 10 മണിക്ക് തന്നെ ഈ പന്തലിൽ വെച്ച് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടാകും. 10:30 സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടാകും. സിസ്റ്റർ ലില്ലിക്കുട്ടി സാമുവേൽ തിരുവചനത്തിൽ സംസാരിക്കും. എല്ലാ സഹോദരിമാരും പ്രാർത്ഥനയോടെ കടന്നു വരണം. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന സഹോദരിമാരെ കൂടെ കൂട്ടി കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വൈകിട്ട് കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കുന്നതാണ്. ആ യോഗത്തിൽ തിരുവചനം പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ തിരുവചനം സംസാരിക്കുന്നു. വളരെ